ഹലോ, ഈദ് മുബാരക്. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വൈകിപ്പോയി. പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പെട്ടെന്നായിരുന്നല്ലോ പെരുന്നാൾ വന്നത്. പെട്ടെന്ന് അറിഞ്ഞത് കാരണം ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെരുന്നാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിക്കാർ പൊതുവെ എങ്ങോട്ടായിരിക്കും പോകണമെന്ന് അറിയാമല്ലോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മുടെ അമ്മായിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അമ്മായിലെ കാഴ്ചകൾ കാണുമ്പോഴല്ലോ ഭയം. ഞങ്ങളിത് അറിഞ്ഞ് ആദ്യം എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അത് അറിഞ്ഞത്. നേരെ പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് റെഡിയായി ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് അമ്മായിമുക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 11:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിലൊരു നല്ല ക്രൗഡായിരുന്നു. വണ്ടിയൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ പതിയെ നടന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരുപാട് കടകൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ. അപ്പോൾ വാപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ ആൾക്കാരൊക്കെ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഈ സാധനം. നമുക്ക് എൻ്റെ ചെറുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആ സാധനം കാണുന്നത്. 90s അറിയാൻ പറ്റുമായിരിക്കും. എല്ലാ കടകളിലും നല്ല തിരക്കുണ്ട്. പിന്നെ ഇത് നമ്മുടെ പഞ്ഞിമിഠായിയാണ്. ഇത്രയും വലിയ പഞ്ഞിമിഠായി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നേരിട്ട് കാണുന്നത്. പിന്നെ ഇതിലും വലുതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആഹിൽ അവിടെ കിടന്ന് പടക്കം വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ വാങ്ങിച്ച് കൊടുത്തില്ല. ഈ ഭരണിക്കൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. ഒരു ചെറിയ ഭരണി ചോദിച്ചപ്പോഴേ 150 രൂപ, ഏറ്റവും ചെറുത് ചോദിച്ചപ്പോൾ. അങ്ങനെ പിന്നെ കടകളായ കടകളൊക്കെ കയറി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഹിലെല്ലാ കടകളിലും ചെന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങി തരുമോ എന്നൊക്കെ. അത് അവിടെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അത്തറുകളൊക്കെ കുറേ കടകളുണ്ടായിട്ടാണ്. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച കാരണം അതിൻ്റെ ഇടയിൽ ഓരോ കുലുക്കി സർബത്തൊക്കെ കുടിച്ചു. ഞാനൊരു ഗ്രീൻ ആപ്പിളും ആഹിൽ എനിക്ക് തോന്നുന്ന ഓറഞ്ചാണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഓറഞ്ചിനും ഞാൻ ട്രൈ ചെയ്തു. പിന്നെ എൻ്റെ ഗ്രീൻ ആപ്പിളും ഞാൻ കുടിച്ചായിരുന്നു. ഞാൻ നാസി ഷെയർ ചെയ്തിട്ടുണ്ട് കുടിച്ചത്. എന്നാൽ ഈ കമ്മലുകളൊക്കെ അതിൽ പകുതി മുക്കാലും വെറും 50 രൂപ കേട്ടോ. ഞാൻ മറിയത്തിന് 2-3 വാളയൊക്കെ വാങ്ങിച്ചു, ഒരു മൈലാഞ്ചി വാങ്ങിച്ചു. എന്നിട്ട് പൈനടയിൽ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ 10th ഒരുമിച്ചായിരുന്നു, നൗഫി. അവളെ കണ്ട് അവളായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നപ്പോൾ ഈ സാധനം എൻ്റെ തലയിലോട്ടില്ലാൻ വന്ന് പറഞ്ഞ് വീണായിരുന്നു ചേട്ടൻ്റെ ആയിരുന്നു. അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ലൈറ്റൊക്കെ നല്ല അസലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ അവരെല്ലാം സെറ്റപ്പ് ആക്കി. പിന്നെ അത് ഈ സാധനം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചാൽ ആഹിൽ ഭയങ്കര ബഹളം. ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. എല്ലാ കടകളും കയറി കേട്ടോ. ഒരു കട പോലും വിടാണ്ട് ഞങ്ങൾ കയറി. ഇവിടെ നിന്ന് മറിയത്തിനൊരു ഹെയർ ബാൻഡ് വാങ്ങാമെന്ന് വിചാരിച്ചാണ്. പല കടകളിലും പല റേറ്റാണ്. അപ്പോൾ കാരണം വാങ്ങിയില്ല. അപ്പോൾ അതാ എൻ്റെ ഒപ്പം ഡിഗ്രിക്ക് പഠിച്ചതാണ് ഇവള്, നസ്രീൻ. അപ്പോൾ അവളെയും കണ്ട്. പിന്നെ ആ പുറകിൽ നിൽക്കുന്ന കുരങ്ങൻ എൻ്റെ അതിന് മുമ്പേ ഉള്ള കൂട്ടുകാരനാണ് സിദ്ധു. അവൻ അവിടെ ഒരു സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അവൻ്റെ സ്റ്റോറാണ്. അത്തറും പെർഫ്യൂംസൊക്കെ അവനിട്ട് അവിടെ വെച്ചാണ് അവനെ കണ്ടത്. അവൻ്റെ വൈഫ് അവിടെ മൈലാഞ്ചി മെഹന്തി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവൾ മെഹന്തി ഇടുന്ന ആർട്ടിസ്റ്റാണ്. അവൾ അവിടെ ഇരുന്ന് മെഹന്തി ഇടുന്നു. ഇതിൽ നിൽക്കുന്ന കൂട്ടുകാരനാണ് ബുജി, സിദ്ധു. അവരെൻ്റെ 12 വർഷത്തായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ അവൻ്റെ പരിചയത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരനും അത്രയൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നതായിരുന്നു. സംഭവം നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വാങ്ങിയില്ല. ഇവിടെ നിന്ന് മറിയത്തിന് ഞാനൊരു കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചിട്ട്, അതാ നീലയിൽ റെഡിൽ നീലയുള്ള കോഴിക്കുഞ്ഞാണ് മറിയത്തിന് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ പാട്ട് കേട്ടിട്ടും മറിയത്തിനെ നാസി എടുത്തിട്ട് തുള്ളിച്ചുകൊണ്ട് നിൽക്കണതാണ്. അവളൊരു എക്സ്പ്രഷൻ ഇല്ലാണ്ടിരിക്കണതാണ് കുറേ നേരമായിട്ട്. എൻ്റെ പൊന്നെ ഇവിടെ കയറിയപ്പോൾ മുതൽ ആഹിൽ ഇത് വേണമെന്നും പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ തിരിച്ച് പോരാൻ നേരത്ത് ഞങ്ങളവിടെ നിന്ന് അത്യാവശ്യം ഇറങ്ങി തിരിച്ച് പോരാൻ നേരത്ത് ആ സാധനം വാങ്ങിച്ച് കൊടുത്ത്. അവിടെ നിന്ന് വേറൊരു കടയിൽ ചെന്നപ്പോൾ ആ ചേട്ടൻ പറയുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞങ്ങളുടെ കയ്യിലുള്ളതാണ് ഒറിജിനൽ സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞത് ഇവിടെ നിന്ന് ഇത് നമ്മുടെ നടക്കയിലുള്ള ഷോപ്പില്ലേ, അവരുടെ തന്നെയാണ് കേട്ടോ. അവർ അമ്മായിമുക്കിൽ പെരുന്നാരാവായത് കാരണം ഇട്ടതാണ്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു ഷിഫോൺ ചീസ് കേക്കാണ് വാങ്ങിയത്. നടക്കയിൽ നിന്ന് ഞാൻ മറ്റേ കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് അത് വാങ്ങിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അമ്മായിമുക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെക്കന്മാരൊക്കെ ഹായും ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവന്മാർ പീസൊക്കെ തന്നായിരുന്നു. അവിടെ നിന്ന് അമ്മായിമുക്കിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയപ്പോൾ ഏകദേശം 3:45 അവിടെ നിന്ന് ഇറങ്ങിയതേ. പിന്നെ ഈദിൻ്റെ ഡേ ആണ്, പിറ്റേ ദിവസം. കാരണം ഈദിന് ഞാൻ സത്യത്തിൽ വീഡിയോസൊന്നും അധികമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഞങ്ങൾ ഫോറം മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറിയതായിട്ടൊന്ന് വീഡിയോസ് എടുത്തതാണ്. അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ അവർ ഈദിൻ്റെ ഡിസ്പ്ലേ കുറച്ചധികം നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട്. ഇതെൻ്റെ ഈദിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ്, വേറെയും എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നേരെ ഞങ്ങൾ പോയത് ഫൺ സിറ്റിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഫൺ സിറ്റിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആഹിൽ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ ഫൺ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ ആഹിൽ അവിടെ നിന്ന് പറയണതാണ്.
നേരെ അവിടെ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല, കാരണം എനിക്ക് കളിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി കാർഡെടുത്ത് ആദ്യം ഫസ്റ്റ് ആഹിൽ ഏതോ സാധനത്തിൽ കയറി, പിന്നെ അവർ വാപ്പിയും മോനും കൂടെ കുറച്ചിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. ഞാനും പോയി കളിക്കാനൊക്കെ ഇരുന്ന് മറിയം മോടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കളിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അടുത്ത വീഡിയോയിൽ കാണാം.